ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ തയ്യൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് നൂല് പൊട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണമാണ് കേട്ടോ നമ്മളിന്ന് നോക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് മെറിറ്റിൻ്റെ ഒരു മെഷീൻ നമുക്കൊരു കസ്റ്റമർ റിപ്പയർ ചെയ്യാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ തയ്യൽ മെഷീൻ നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിൽ എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഇത് നോക്കുമ്പോൾ തന്നെ നമ്മളെ പ്ലേറ്റിൻ്റെ അവിടുന്ന് ഒരുപാട് തെന്നിയിട്ടാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളതും എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ നൂല് പൊട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും കേട്ടോ. അപ്പോൾ നമ്മളെ തയ്യൽ മെഷീൻ്റെ ഒക്കെ ചവിട്ടി എന്ന് പറയുന്നത് സൂചിയും ചവിട്ടിയൊക്കെ ഞാനിതാ ഈ പിക്ചറിൽ കാണുന്ന പോലെയാണ് കേട്ടോ നിൽക്കേണ്ടത്. ഇത് കണ്ടില്ല, ഇത് അതിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധ ഇല്ലാതെ അടിച്ചു പോകുന്നതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഇത് ഈ തയ്യൽ മെഷീനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാതെയാണ് ഈ കസ്റ്റമർ ഇത് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചവിട്ടിയിൽ ഈ സൂചി കുത്തിയിട്ട് ചവിട്ടിക്ക് ഡാമേജ് വന്നിട്ടുണ്ട്, സൂചിക്ക് ഡാമേജ് വന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മളെ ഷട്ടിലിലേക്കൊക്കെ ചെറുതായിട്ട് സൂചിൻ്റെ മുനപ്പ് തട്ടിയിട്ടുമുണ്ട് കേട്ടോ ഈ മെഷീനിൽ. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ അതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം ഈ ചവിട്ടിയും പല്ലും പിന്നെ അതേപോലെ തന്നെ നമ്മളെ പ്ലേറ്റ് ഈ മൂന്ന് കാര്യങ്ങളും ക്ലിയർ ആണോ എന്ന് ആദ്യം നോക്കണേ. അപ്പോൾ ഈ തയ്യൽ മെഷീനിൽ സൂചി ചവിട്ടിയിൽ കുത്തിയിട്ട് കണ്ടോ, ചവിട്ടി ഞാൻ ഈ ആരോയിൽ കാണിച്ച പോലെ ചവിട്ടി കണ്ടോ അവിടെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ ചവിട്ടി ഒക്കെ പറ്റ തേയ്മാനം വന്നിട്ടുണ്ട്. തേയ്മാനം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മളെ ചവിട്ടിക്കാല് നന്നായിട്ട് തെന്നി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചവിട്ടിക്കാൽ എങ്ങനെ റെഡിയാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ ഞാൻ ഈ തൊടുന്ന ഈ ഭാഗത്ത് കണ്ടോ ചെറിയൊരു ഹോള് പോലെ ആയിട്ടുണ്ട് ഈ സൂചി കുത്തിയിട്ട്. അങ്ങനെ ആകുന്ന സമയത്ത് പിന്നെ നമ്മൾ എന്ത് തയ്ക്കുകയാണെങ്കിലും നൂല് തുടരെ തുടരെ പൊട്ടിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ നമ്മളെ സ്റ്റിച്ചിങ് തീരെ പെർഫെക്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ക്ലിയർ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചവിട്ടിക്കാലിൻ്റെ സ്ക്രൂ ലൂസാക്കിയിട്ട് ഈ ചവിട്ടിക്കാല് കറക്റ്റ് സെൻറ്റർ ആക്കി വെക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് നമ്മൾ തയ്യൽ മെഷീൻ്റെ പ്ലേറ്റ് അതേപോലെ തന്നെ നമ്മളെ ബോബിൻ കേസൊക്കെ നമ്മൾ അയച്ച് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും നിങ്ങളെ തയ്യൽ മെഷീൻ്റെ ഷട്ടിലെങ്കിലും ഒന്ന് അയച്ച് അതേപോലെ തന്നെ ഇടാൻ ശ്രമിച്ചു നോക്കണേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷട്ടിലിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു 10-15 പേര് മാത്രമേ ഉള്ളൂ ഞങ്ങൾ അയച്ചത് അത് ക്ലിയർ ആയില്ല, അത് എങ്ങനെയാണ് ചെയ്യാന്ന് ചോദിച്ചിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് കുറഞ്ഞ പേരേ ഉള്ളൂ. അപ്പം നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വീഡിയോ കണ്ടതൊന്നും നമ്മളെ മെഷീൻ ഒരിക്കലും നമുക്ക് നന്നാക്കാൻ കഴിയില്ല. നമ്മളത് എങ്ങനെങ്കിലും ഒന്ന് ഒരു വട്ടെങ്കിലും അയച്ചു നോക്കിയിട്ട് അത് വീണ്ടും ഇട്ട് നോക്കിയാൽ പിന്നെ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് വന്നാലും അതെങ്ങനെ അയച്ചെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ഫസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പതുക്കെ ചെയ്ത് നോക്കുക. വേണമെങ്കിൽ ഒരു പേപ്പറിലൊക്കെ നിങ്ങൾ എഴുതി വെക്കുക, എന്നിട്ട് തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. ഫസ്റ്റ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അയച്ചിടാം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തയ്യൽ മെഷീൻ്റെ ഇതുപോലത്തെ ടോപ്പ് അയച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ടോപ്പ് നമ്മൾ അതിനൊരു സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ അയച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പ് ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അത് റിമൂവ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സ്ക്രൂ ലൂസാക്കി കഴിഞ്ഞാൽ നമ്മളെ ഈ ചവിട്ടിക്കാല് നമുക്ക് ഏത് വശത്തേക്ക് വേണമെങ്കിലും നീക്കാൻ കഴിയും കേട്ടോ. ബാക്കോട്ട് മുന്നോട്ടല്ല രണ്ട് സൈഡിലേക്കും കറക്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മളെ സിംഗിൾ മെഷീൻ്റെ ഈ ഭാഗത്ത് വരുന്ന ഈ ഒരു സ്ക്രൂ ലൂസാക്കിയിട്ടാണ് നമ്മൾ ചവിട്ടിക്കാൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കണ ഈ സ്ക്രൂ കണ്ടില്ല, ആ സ്ക്രൂ നിങ്ങൾ ലൂസാക്കി കഴിഞ്ഞാൽ ഇത് രണ്ട് വശത്തേക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രൂ ലൂസാക്കിയതിൻ്റെ ശേഷം നിങ്ങളെ പ്ലേറ്റ് ഇട്ടിട്ട് നമ്മളെ സൂചിയും സെൻറ്ററിലായിരിക്കണം. സൂചി ഒരു കാരണവശാലും ഈ ചവിട്ടിൻ്റെ രണ്ട് വശങ്ങളിലും ടച്ച് ആവാൻ പാടില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. രണ്ട് വശങ്ങളിലും ഒരു കാരണവശാലും ടച്ച് ആവാത്ത രീതിയിലായിരിക്കണം നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പ്ലേറ്റൊക്കെ വെച്ച് നോക്കി കറക്റ്റ് ആക്കിയതിൻ്റെ ശേഷം ഇതേപോലെ ഞാൻ ഇപ്പോൾ ഈ ചെയ്ത പോലെ ഞാൻ ആദ്യം എന്താക്കി ഈ സ്ക്രൂ ലൂസാക്കി എന്നിട്ട് ആ പ്ലേറ്റ് വെച്ച് നോക്കി. പ്ലേറ്റ് വെച്ച് നോക്കിയിട്ട് കറക്റ്റ് സെൻറ്ററിലാണ് സൂചി നിൽക്കുന്നത്. അതേപോലെ തന്നെ സൂചിൻ്റെ രണ്ട് വശവും സൂചി നമ്മളെ ചവിട്ടിയിൽ ടച്ച് ആവാൻ പാടില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ സൂചി ഇറങ്ങി വരുമ്പോൾ പ്ലേറ്റിൻ്റെ ഒരു സൈഡിലോ അല്ലെങ്കിൽ മറു സൈഡിലോ ഒന്നും ടച്ച് ആവാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മളെ ചവിട്ടിൻ്റെ രണ്ട് വശത്തും ടച്ച് ആവാൻ പാടില്ല. ഇതിൻ്റെ ഒക്കെ കറക്റ്റ് സെൻറ്ററിലായിരിക്കണം സൂചി ഇറങ്ങി നിൽക്കുന്നത്. ഇപ്പോൾ ഈ കസ്റ്റമർ ഇത് കണ്ടില്ല, പ്ലേറ്റ് ഒരുപാട് കുത്തിയിട്ട് സ്ക്രാച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നൂല് പൊട്ടാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒര പേപ്പർ ഇട്ടിട്ട്
ആ ഒരു ഹോള് നമ്മൾ ക്ലിയർ ആക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് രണ്ട് വശത്തിലും നമ്മൾ പ്ലേറ്റിൻ്റെ രണ്ട് വശത്തിലും ഇതേപോലെ തന്നെ പേപ്പർ ഇട്ടിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് നമ്മളെ പ്ലേറ്റ് വൃത്തിയാക്കി എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു പ്ലേറ്റ് വാങ്ങിയിട്ടാൽ മതി ട്ടോ. പുതിയ പ്ലേറ്റിന് അത്ര ചിലവൊന്നും വരില്ല. പിന്നെ ഞാൻ ഇതിൽ വലിയൊരു സ്ക്രാച്ച് ഒന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ ചെറിയ സ്ക്രാച്ച് ആയതുകൊണ്ടാണ് ഇതേപോലത്തെ പേപ്പർ ഇട്ടിട്ട് അത് ക്ലീൻ ചെയ്യുന്നത്. ചെറിയ സ്ക്രാച്ച് ആണെങ്കിൽ പോലും നമുക്ക് നൂല് പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് വേണം ഇടാൻ. പിന്നെ ഈ നൂല് പൊട്ടുക എന്ന് പറയുന്നത് നമ്മൾ ഒരു കാരണം കൊണ്ടല്ല കേട്ടോ, ഒരുപാട് കാരണം കൊണ്ട് വരുന്ന ഒരു പ്രശ്നമാണ് ഈ നൂല് പൊട്ടൽ. അപ്പോൾ അത് ഒരു വീഡിയോയിലായിട്ട് തന്നെ നമുക്ക് ഫുള്ള് പറഞ്ഞു തീർക്കാൻ കഴിയൂല. അപ്പോൾ ഓരോരോ പിന്നെ വീഡിയോയിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഇന്ന കാരണങ്ങളാന്ന് പറയാൻ പറ്റൂല, അത് ഒരുപാട് കാരണങ്ങൾ ഉണ്ട്. നമ്മളെ മെഷീൻ്റെ സെറ്റിങ്സ് മുതൽ നമ്മളെ മെഷീനിൽ എവിടെയെങ്കിലുമൊക്കെ സ്ക്രാച്ച് വരിക, അതേപോലെ എവിടെയെങ്കിലും സൂചി വരുക, ഇതൊക്കെ നൂല് പൊട്ടലിന് കാരണമാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പല്ലിൽ ഇപ്പോൾ നമ്മളെ ചവിട്ടി ടച്ചായിട്ട് നമ്മളെ ചവിട്ടിക്കും പല്ലിനൊക്കെ തേയ്മാനം വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഈ തുണി ഇല്ലാതെ അടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ കസ്റ്റമറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി ഇല്ലാതെ ഒരുപാട് തവണ അടിച്ചിട്ടുണ്ടാവും കേട്ടോ. കാരണം കാരണം ഇതിന് അത്രയും തേയ്മാനം വന്നിട്ടുണ്ട് ചവിട്ടിക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ